നിന്നെപ്പോലെ ഞാനും കണ്ണുനീരിലാ ജീവിച്ചത്. കാരണം ഒരുപാട് ആഗ്രഹിച്ചതുകൊണ്ട് ആ വേദന എനിക്ക് മനസ്സിലാവും. മാലതി, ഇതുവരെ ഗർഭം ധരിക്കാൻ സാധ്യതയില്ലാത്ത നിന്റെ വയറ്റിൽ കർത്താവ് ഒരു ഗർഭഫലം തന്നില്ലേ? അതിന് നീ സന്തോഷിക്കുക വേണ്ടത്. സ്ത്രീകൾക്ക് നടക്കുന്ന ഒരു കഠിനമായ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഇതിനെ ഗർഭഛിദ്രം എന്ന് പറയപ്പെടുന്നു. മെഡിക്കൽ ടേംസിൽ അബോർഷൻ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ഗർഭഛിദ്രം കാരണം കുഞ്ഞുണ്ടായിരുന്നോ, ഗർഭം ധരിച്ചതാണ്, ഇങ്ങനെ ഗർഭം അലസിപ്പോയല്ലോ, ഇങ്ങനെയുള്ള ഒരു മനോദുഃഖത്തോടുകൂടിയായിരിക്കാം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹന്നയുടെ ദുഃഖത്തെ സന്തോഷമാക്കി തീർത്ത ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഹൃദയങ്ങൾക്ക് ഞങ്ങളുടെ ആശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സ്ത്രീകളുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാകണം എന്ന ഒരു വലിയ ലക്ഷ്യത്തോടെ ഈ പരിപാടി ദൈവം തന്നെ ആരംഭിച്ച് നടത്തുകയാണ്. ഈ പരിപാടിയിൽ വരുന്ന പാട്ടുകൾ, നാടകം, പ്രാർത്ഥനാവേള, സന്ദേശങ്ങൾ ഇതെല്ലാം കേൾക്കുന്നത് മാത്രമല്ലാതെ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ ഒരു ഉദ്ദേശത്തോടെയാണ് സഹോദരൻ മോഹൻ സി ലാസറസ് അവർകൾ പ്രാർത്ഥനയോടെ ഈ പരിപാടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിലും രാജ്യത്തും ദൈവം വലിയ മാറ്റം കൽപ്പിച്ചാരുളും. ഇന്നത്തെ പരിപാടിയിൽ ഗർഭഛിദ്രം എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. ഇന്ത്യയിലെ 5% സ്ത്രീകൾ ഗർഭഛിദ്രത്തിന് ഇരയാകാറുണ്ട്. ഏതെങ്കിലും ഒരു തവണയാണെങ്കിൽ സാധാരണയാണെന്ന് കരുതി വിട്ടുകളയാം. പക്ഷേ ഇത് തന്നെ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചാൽ കാരണം എന്താണ് എന്നുള്ളത് ആരാഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്ന് അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യമായി ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ മാങ്ങയുണ്ടോ? ആ തരാമല്ലോ. 1 കിലോ വേണം. അതാ എടുക്കാം. ചേട്ടാ കുറച്ച് പച്ചയായിട്ടുള്ള വേണേ. പച്ചയാണെങ്കിൽ പുളി കൂടുതലായിരിക്കും. പുളിയുള്ളതാണ് ചേട്ടാ വേണ്ടത്. എന്താ സാറേ, വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? അതാണോ സാറിന് ഇത്ര സന്തോഷം? ദാ ഇതും കൂടി ഇട്ടേക്കാം. കുങ്കുമപ്പൂ വേണേ. ആ ദാ ഇതല്ലേ? ആ ഏട്ടാ ഒരു 10 മിനിറ്റ്. ഏട്ടാ ഞാൻ പറഞ്ഞു കേട്ടില്ലേ, കുറച്ചു നേരം കഴിഞ്ഞ് സംസാരിക്കാം. ചെല്ലേ. അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞു വരുന്നു എന്ന് പറയാൻ വന്നപ്പോ വല്ലാത്ത അഹങ്കാരാണല്ലോ കാണിക്കുന്നത്. നീ എന്താ പറഞ്ഞേ?
എന്താ പറഞ്ഞേ? നിങ്ങള് അച്ഛനാവാൻ പോന്നു പറഞ്ഞ. ഞാനോ? ഞാൻ അച്ഛനാകാൻ പോവാണോ? അയ്യോ, യെസ്. അതിങ്ങതാ നീ പോയി റെസ്റ്റ് എടുത്തോ. ആ മാലതി, 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 എന്തു പറ്റി? മാലതി? മാലതി, എഴുന്നേക്ക്, സൂക്ഷിച്ച്. സൂക്ഷിച്ച് പതിയെ നടക്കണേ. ഇങ്ങോട്ടിരിക്കേ, ഇങ്ങോട്ടിരിക്കേ. ഹലോ ചേട്ടാ, ചേട്ടൻ ഇപ്പൊ എവിടെ ഉള്ളേ? ചേട്ടാ ഒന്ന് പെട്ടെന്ന് ഇട്ട് പറഞ്ഞേ. അതേട്ടാ, ഹോസ്പിറ്റലിൽ പോകണം, പെട്ടെന്ന് പറഞ്ഞേ. നമുക്കിപ്പോ ആശുപത്രി പോവാം. മതി, സൂക്ഷിച്ചേ. പതിയെ കയറി. ചേട്ടാ വണ്ടി എടുത്തു. പേടിക്കായിരിക്കേ. കുറച്ച് നേരം കൂടി ഹോസ്പിറ്റലിൽ എടുത്ത് തരായി. ചേട്ടാ ഒന്ന് കുറച്ച് സ്പീഡിൽ പോയേട്ടാ. മാലതി, ജോലി ചെയ്യുമ്പോ സൂക്ഷിക്കേണ്ടതല്ലായിരുന്നു. നീ എന്താ ഇപ്പൊ സംഭവിച്ചിട്ടില്ലേ? സോറി മിസ്റ്റർ രഞ്ജിത്ത്, താഴെ വീണതുകൊണ്ട് വയറിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് അബോർഷനായി. ഇങ്ങനെ കെയർലെസ് ആയിട്ടിരിക്കാവോ? എത്ര വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭിണിയായത്? കുറച്ചൊക്കെ സൂക്ഷിക്കാമായിരുന്നില്ലേ? ടാബ്ലറ്റ് തന്നിട്ടില്ലേ? പെയിനൊക്കെ കുറഞ്ഞോളൂ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവിച്ചോർത്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോയാലോ? മനസ്സിലൊരു ആശ്വാസം കിട്ടും. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അങ്ങനെ പറയല്ലേ. പുറത്ത് പോവാണെങ്കിൽ നിനക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. എങ്ങോട്ടാ ഏട്ടാ? അതറിയില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ചർച്ചിൽ പോവാ, പ്ലീസ് ഏട്ടാ. ശരി മാലതി.
മേഴ്സി, നീ അകത്ത് പോയി പ്രാർത്ഥിക്ക്. ഞാൻ ഇവരോട് സംസാരിച്ചിട്ട് വരാം. ശരി. മാലതി, രഞ്ജിത്ത്, വന്നേ, ഇവിടെ ഇരിക്കെ. മാലതി, നടന്ന കാര്യം മനസ്സിന് വേദനയുണ്ടാക്കുന്നത് തന്നെയാണ്. എന്നുവെച്ച് നടന്നതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരുന്ന അത് നല്ലതല്ല. ചേച്ചി, ഞാൻ എത്ര കാലമായിട്ട് കാത്തിരുന്നതാണെന്നറിയൂ. ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ എനിക്കുണ്ടായ സന്തോഷം വാക്കുകളിൽ പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്കുള്ള വേദനയും അങ്ങനെയാ, വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. എനിക്ക് നിന്റെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കും മാലതി. അതെ മാലതി, എനിക്ക് ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ അബോർഷനായതാ. നിന്നെപ്പോലെ ഞാനും ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ചു പോയതല്ലേ. ആ വേദന എനിക്ക് മനസ്സിലാകും. സംഭവിച്ചോർത്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇതിലും ഭേദം ദൈവത്തിന് എനിക്ക് തരാതിരിക്കായിരുന്നു. അങ്ങനെയൊന്നും പറയരുത് മാലതി. നിന്നെപ്പോലെ ബാധിക്കപ്പെട്ട എത്രയോ പേര് ഈ ലോകത്തുണ്ടെന്ന് നിനക്കറിയാമോ? മാലതി, ഇതുവരെ ഗർഭധാരണത്തിന് സാധ്യതയില്ലാതിരുന്ന നിന്റെ വയറ്റിൽ കർത്താവ് ഒരു കുഞ്ഞിനെ തന്നില്ലേ? അതിന് നീ സന്തോഷിക്കുക വേണ്ടത്. നിന്നെപ്പോലെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മാലതി. മാലതി, എത്രയോ പേര് 10 മാസം കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് ആ കുഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് മരിച്ച കുഞ്ഞായിട്ടാ ജനിക്കുന്നെ. അവരുടെ ദുഃഖത്തെക്കുറിച്ച് നീ ചിന്തിച്ചോ? നിന്റെ ഗർഭം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അലസിപ്പോയി. അതും ദുഃഖം തന്നെയാ, വേദനയുണ്ടാവും. പക്ഷേ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അതനുസരിച്ചായിരിക്കും എല്ലാം നടക്കുക. നിന്നേക്കാളും നിന്റെ ഭർത്താവിനേക്കാളും നിന്റെ മേൽ കൂടുതൽ കരുതൽ യേശുവിനുണ്ട് മാലതി. അവനെല്ലാം അറിയാം. വനാന്തരത്തിൽ വഴിയറിയാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നവന് ഒരു പാത കണ്ണിൽപ്പെട്ടതുപോലെയാണ് ഒന്നുമില്ലാതിരുന്ന നിന്റെ ജീവിതത്തിൽ ഒരു പാത കർത്താവ് കാണിച്ചു തന്നത്. നിന്റെ വിശ്വാസം മാത്രം കൈവിടരുത്. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഇരട്ടിയായിട്ടുള്ള പ്രതിഫലം കർത്താവ് നിനക്ക് തരും മാലതി. മാലതി, രഞ്ജിത്ത്, 2 പേരും ഇതോർത്ത് ദുഃഖിക്കരുത്. പ്രത്യാശയില്ലാതിരുന്ന നിങ്ങൾക്ക് കർത്താവ് ഒരു പ്രത്യാശ നൽകിയതാണ്. തീർച്ചയായും എല്ലാം നന്മയിൽ അവസാനിക്കും. 2 പേരും ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. കർത്താവിനോട് നന്ദി പറയേ. മുടങ്ങാതെ നിങ്ങൾ 2 പേരും പ്രാർത്ഥിക്കേ. മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കെ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശരി ചേച്ചി, വിശ്വസിക്കാം. ശരി, ഞാൻ വരട്ടെ. മാലതി, ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് നല്ല കാലം വരും. എന്ത് വഴിയായിട്ടാ? ആദ്യം നമുക്ക് ഇവിടുന്ന് പോയാലോ? എന്താ ആലോചിക്കുന്നത്? വാ, പോകാം. എന്താ നിങ്ങൾ ജ്യോതി ചേച്ചി എന്ന നാടകം കണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലും ആരെങ്കിലും ഇതുപോലെ ബാധിക്കപ്പെട്ടിട്ടുണ്ടാവാം. സങ്കടപ്പെടേണ്ട. ഗർഭഛിദ്രം എന്ന ആ ദുഃഖം കുടുംബത്തെ വിട്ടകലാനായി മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പോകുന്നു. അടുത്തതായി ഗർഭഛിദ്രം നടക്കുന്നത് എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് ഡോക്ടർ രാജ്കുമാരി അവർകൾ നമുക്ക് ഉപദേശം നൽകാൻ തയ്യാറായിരിക്കുന്നു. അവരുടെ ഉപദേശം നമുക്ക് കേൾക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നല്ല വീട് ശ്രോതാക്കൾക്ക് എന്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. സ്ത്രീകൾക്ക് നടക്കുന്ന ഒരു കഠിനമായ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഇതിനെ ഗർഭഛിദ്രം എന്ന് പറയപ്പെടുന്നു. മെഡിക്കൽ ടേംസിൽ അബോർഷൻ. ഇതൊരു പെണ്ണ് ഗർഭം ധരിക്കുമ്പോൾ 40 ആഴ്ചകളോളം ആ കുട്ടി വയറ്റിൽ ഗർഭപാത്രത്തിൽ ഉരുവാക്കപ്പെട്ട് വളർന്ന് വീണ്ടും അത് ഒരു കുഞ്ഞായി ജനിക്കുന്നു.
എന്നാൽ 20 ആഴ്ചകൾക്കുള്ളിൽ ആ കുട്ടി അഥവാ പുറത്ത് വരികയാണെങ്കിൽ അതിനെ അബോർഷൻ എന്ന് നാം പറയുന്നു. പ്രഗ്നൻസി ഫുള്ളായി നോക്കുകയാണെങ്കിൽ അതിൽ ഒരു 5% പ്രഗ്നൻസീസ് ഇതുപോലെ ഗർഭഛിദ്രം ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ചില സമയങ്ങളിൽ ഇത് ഒരു പെണ്ണിന്റെ വയസ്സ് 35 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ നമ്പർ ഓഫ് അബോർഷൻസ് 10% ഗർഭഛിദ്രം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും. അതിനേക്കാൾ കൂടുതൽ വയസ്സാകും തോറും കൂടുതൽ അബോർഷൻസ് നടക്കും. ഈ ഗർഭഛിദ്രം നടക്കുമ്പോൾ ഒരു മാതാവിന് എന്താണ് ഉണ്ടാവുക? ഗർഭിണിയായ മാതാവിന് എന്ന് നോക്കുമ്പോൾ ഒരു മാതാവിന്റെ വയസ്സ് 35 കഴിഞ്ഞതിന് ശേഷം ഈ ഗർഭഛിദ്രം എന്ന ഇൻസിഡന്റ് അതിന്റെ ശതമാനം ഇൻക്രീസ് ആകുന്നു. 15 മുതൽ 20% വരെ ഗർഭഛിദ്രം നടക്കാനുള്ള സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, രക്തത്തിൽ ഫോളിക് ആസിഡ് എന്നൊരു വിറ്റാമിൻ ഉണ്ട്. അത് കുറഞ്ഞാൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കും. ക്രോമോസോമൽ അനാമലിസ് അത് ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാവർക്കും അത് നമ്മുടെ ക്രോമോസോമിൽ മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ഗർഭഛിദ്രം ഉണ്ടാകും. അത് മാത്രമല്ല, ചില സ്ത്രീകൾ, നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല, വിദേശങ്ങളിലൊക്കെ അവർ സിഗരറ്റ് വലിക്കാറുണ്ട്. ഈ സ്മോക്കിംഗ് കൊണ്ട് ഗർഭഛിദ്രം ഉണ്ടാകും. ചില സ്ത്രീകൾ ഒരുപാട് കാപ്പി കുടിക്കും, ദാറ്റ് ഈസ് കഫീൻ. അതുപോലും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ ബേബി. ഈ കഫീൻ കാരണം രാവിലെ ഒരു കപ്പ്, വൈകുന്നേരം ഒരു കപ്പ്, ഇത് തന്നെ ഒരു 200 ഗ്രാം കഫീൻ ആവും. ചിലർ ഒരു 1000 മില്ലിഗ്രാം കഫീൻ കുടിക്കാറുണ്ട്. ദിവസം മുഴുവനും കുടിച്ചുകൊണ്ടിരിക്കും കാപ്പിയും ചായയും. അതുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് ബാധിപ്പുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ കുട്ടികൾക്ക് മിസ്റ്റേക്സ് ഉണ്ടാവും ഡെവലപ്മെന്റിൽ. കൺജെനിറ്റൽ അനാമലിസ് എന്ന് പറയും. അത് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന മിസ്റ്റേക്സ്, ഡെവലപ്മെന്റൽ മിസ്റ്റേക്സ്. അങ്ങനെയുള്ളപ്പോഴും ഗർഭഛിദ്രം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അതുമാത്രമല്ല, ഗർഭപാത്രത്തിൽ ചില മിസ്റ്റേക്സ് ഉണ്ടാകും. ഗർഭപാത്രത്തിനുള്ളിൽ കുഞ്ഞ് ജനിക്കാനുള്ള സ്ഥലമുണ്ടാവില്ല. അപ്പോൾ അത്രയും വളർന്ന കുഞ്ഞ് അബോർഷനായി പോകുന്നു. സോ ഒരു പെണ്ണിന് ഗർഭഛിദ്രം നടക്കാൻ ഇത്രയും കാരണങ്ങളുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് തടയാൻ സാധിക്കുക? അബോർഷൻ എന്ന് നോക്കുമ്പോൾ ആദ്യമായി ഒരമ്മയുടെ ആരോഗ്യം ഗർഭിണി ആകുന്ന സമയത്ത് ഏജാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലരൊക്കെ ഇപ്പൊ വേണ്ടെന്ന് കൂടുതൽ ഡിലേ ആക്കാൻ പാടില്ല. ചിലർക്ക് കല്യാണം കുറെ ലേറ്റ് ആവുന്നു. ചിലർ കല്യാണം കഴിഞ്ഞ ശേഷവും ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. 30 വയസ്സിനുള്ളിൽ, 25-30 വയസ്സിനുള്ളിൽ കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ് നല്ലത്. അത് മാത്രമല്ല, മാതാവിന്റെ ഹെൽത്തും നോക്കേണ്ടതാണ്. അനീമിയ, അമ്മയ്ക്ക് രക്തം വളരെ കുറവായിരിക്കും. അതിനെക്കുറിച്ചൊന്നും അവർ കെയർ ചെയ്യാറില്ല. അപ്പോൾ രക്തക്കുറവ്, അതായത് അനീമിയ ഒരമ്മയ്ക്ക് വരുമ്പോൾ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന് ഓക്സിജൻ കുറവാകുന്നു. ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഗർഭഛിദ്രം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേതായി, അമ്മ തന്റെ ആരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധിക്കണം. അതായത് ഡയബറ്റിസ്, കുഷിംഗ് സിൻഡ്രോം, ആൻഡ് ദാറ്റ് ഈസ് കിഡ്നി രോഗങ്ങൾ, കൂടാതെ തൈറോയ്ഡ് രോഗം, ഇതൊക്കെ ഒന്നുമില്ലാതെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് ഇതെല്ലാം ചെക്ക് ചെയ്ത് ആരോഗ്യമായി ഇരിക്കുമ്പോഴാണ് ഗർഭം ധരിക്കാനായി ഒരു പെണ്ണ് ശ്രമിക്കേണ്ടത്. അത് മാത്രമല്ല, മരുന്നുകൾ, അതായത് ഡ്രഗ്സ്, അതായത് പലതരം, അതായത് മുതുകുവേദന, കാലുവേദന, കൈവേദന എന്നൊക്കെ പറഞ്ഞ് നിറയെ മരുന്നും ഗുളികയും സ്ത്രീകൾ കഴിക്കാറുണ്ട്. അത് കഴിക്കാൻ പാടില്ല. അത് കഴിച്ചാൽ അത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യും. കുഞ്ഞിന്റെ വളർച്ചയെ അത് എഫക്റ്റ് ചെയ്യും.
അതുപോലെ ഗർഭഛിദ്രം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഒരു പെണ്ണ് തന്റെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഭർത്താവിന്റെ ആരോഗ്യവും പ്രധാനമാണ്. കാരണം അദ്ദേഹവും ആരോഗ്യവാനായിരിക്കണം. ഈ 2 പേരുടെയും ഓവമും സ്പേമും അത് ഒന്ന് ചേരുമ്പോഴാണ് ഈ ക്രോമോസോമൽ അനാമലിസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി ഈ യങ് ഏജിൽ തന്നെ 2 പേരും കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ് നല്ലത്. ചില സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിന്റെ വായിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ടാവും, ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും. അത് ഗർഭം ധരിച്ച ഉടനെ തന്നെ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അതിന് സ്റ്റിച്ച് ചെയ്യണം, തയ്യൽ ഇടേണ്ടതായി വരും, ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യേണ്ടതായി വരും, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഹാബിച്വൽ അബോർഷൻ എന്നാൽ അത് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗർഭിണിയാണോ എന്ന് ഇരിക്കരുത്, നിർത്തി എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അതിനുവേണ്ട എല്ലാ ട്രീറ്റ്മെന്റുകളും എടുത്തതിന് ശേഷം അവർ ഗർഭം ധരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രാവശ്യം ഗർഭഛിദ്രം സംഭവിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 3 അഥവാ 6 മാസമോ ഗ്യാപ്പ് കൊടുക്കണം. ആ മാതാവിന്റെ ഹെൽത്ത് വീണ്ടും നോർമലിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷമേ അവർ ഗർഭം ധരിക്കാൻ ഫിറ്റാവുകയുള്ളൂ. ഇതിനെല്ലാം പുറമെ ഇതുപോലെ ഗർഭഛിദ്രം ഉണ്ടാകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് നശിക്കും. അവർ പെട്ടെന്ന് ഗർഭിണികളാകും, പക്ഷേ അയ്യോ ഇത് അബോർഷൻ ആവുമോ അതോ നിൽക്കുമോ എന്ന് അവർക്ക് ഒരുതരം ഭയം ഉണ്ടാകും. സോ ദേ ലൂസ് ദ കോൺഫിഡൻസ്. നമ്പർ 1. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിയുള്ള കുടുംബക്കാരോ അതല്ലെങ്കിൽ മെഡിക്കൽ പീപ്പിൾ അവർക്ക് ധൈര്യം കൊടുക്കണം. ഇതൊന്നുമല്ല, ഒന്നും സംഭവിക്കില്ല, ശരിയാകും, ഭയപ്പെടരുത്, ഭയപ്പെടാൻ പാടില്ല, ധൈര്യമായിരിക്കെ എന്നൊക്കെ എൻകറേജിംഗ് വേർഡ്സ് പറയണം. അവരെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർത്താവിനെ ഭയപ്പെടുന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അതാണ് ചെയ്യേണ്ടത്. ഇതുപോലെ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതുപോലെ അമ്മ വളരെ കെയർഫുൾ ആയിരുന്നു, പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഒരു സ്ട്രെസ്സുമില്ലാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ഗർഭത്തെ സംരക്ഷിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും ഒരു പ്രശ്നവുമില്ലാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട യേശു കർത്താവേ, സ്തോത്രം യേശുവേ. ഈ സമയത്ത് ഗർഭം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ. ഒരു പക്ഷേ ഗർഭിണിയായതിനു ശേഷം ഗർഭഛിദ്രമായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലുള്ള ഭയത്തെ മാറ്റണമേ, അവരുടെ ഡിപ്രഷൻ മാറ്റണമേ, അവരെ ധൈര്യപ്പെടുത്തണമേ കർത്താവേ. യേശുവേ, ഞാനാണ് നിന്റെ പരിഹാരകനായ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങയുടെ തഴുമ്പുള്ള കരങ്ങളാൽ ഓരോരുത്തരെയും തൊടയണമേ, സൗഖ്യമാക്കണമേ. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനായി അവരെ അങ്ങ് സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ഡോക്ടർ രാജ്കുമാരിയുടെ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരൈ അവർ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നോക്കിയാൽ ഒരു വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് ഒരു പെണ്ണിനും ആണിനും കർത്താവ് അവരെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഉടനെ ചില കുടുംബങ്ങളിൽ നോക്കുകയാണെങ്കിൽ ആ ആണിനും പെണ്ണിനും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് ജനിക്കണം എന്ന് അവർ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ ചില ആൾക്കാരെങ്ങനെ ചിന്തിക്കുന്നു വെച്ചാൽ കുറച്ച് ദിവസം പോട്ടെ,
ലൈഫൊക്കെ എൻജോയ് ചെയ്യണം എന്ന് പറയാറുമുണ്ട്. പക്ഷെ എപ്പോഴും എല്ലാവരും വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞോ ആൾക്കാരിൽ ചിലരെങ്കിലും അവരോട് ചോദിക്കാറുണ്ട്, എന്താ നീ ഇനിയും വെറുതെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് വിവാഹം കഴിഞ്ഞ ചില സ്ത്രീകൾ, അതായത് ചില പെൺകുട്ടികൾ അതോർത്ത് വിഷമിക്കാറുണ്ട്. കണ്ടില്ലേ ആന്റി, വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം പോലും ആയില്ല, എന്നെ നോക്കി ഇവർക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ പ്രധാനം, വിവാഹം കഴിഞ്ഞ് ഗർഭം അനുഗ്രഹിക്കപ്പെട്ട് ആ ഗർഭം അലസിപ്പോകുന്നത് കാരണം, അബോർഷൻ ആകുന്നത് കാരണം ദുഃഖത്തോടുകൂടി വന്ന് കാണുന്ന സഹോദരിമാരുമുണ്ട്. അവരുടെ ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവര് പറയാറുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു, 4 വർഷം 5 വർഷം 7 വർഷം, അവസാനം കർത്താവ് ഞങ്ങളെ അതിനനുഗ്രഹിച്ചു, പക്ഷേ ഇപ്പൊ ആ ഗർഭം അലസിപ്പോയി എന്ന് വളരെ ദുഃഖത്തോടുകൂടി സഹോദരിമാർ പറയാറുണ്ട്. ഇതവർക്ക് വല്ലാത്ത ദുഃഖമായിരിക്കും. കാത്തിരുന്ന് സന്താനഭാഗ്യം കിട്ടിയതല്ലേ, അതിങ്ങനെ അലസിപ്പോയല്ലോ, അബോർഷനായല്ലോ എന്ന് വല്ലാതെ ദുഃഖിക്കാറുണ്ട്. ഇന്ന് ഒരുപക്ഷേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ഗർഭം അലസിപ്പോയതിനാൽ, കുഞ്ഞുണ്ടായതല്ലേ, ഗർഭം ധരിച്ചതല്ലേ, ഇങ്ങനെ അത് അലസിപ്പോയല്ലോ എന്നുള്ള ഒരു മനോവേദനയോടുകൂടി ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരി, ഹന്നയുടെ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ഗർഭഫലം കർത്താവ് നൽകുന്നതാണെന്ന്. അത് കർത്താവ് നൽകുന്ന ഒരു അനുഗ്രഹമാണ്, മക്കൾക്ക് കർത്താവ് നൽകുന്ന ഒരു അനുഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന മുടക്കരുത്, ദുഃഖിക്കാൻ പാടില്ല, സങ്കടപ്പെടരുത്. ഈ സമയത്ത് ഹന്നയുടെ ദുഃഖത്തെ സന്തോഷമാക്കി തീർത്ത ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെല്ലാം സാധ്യമാണ്. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവ് സന്ദേശം നൽകുമ്പോഴും ഒന്ന് പറയുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയാത്ത അത്ഭുതകരമായ കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾ തന്നെ അത് പറയും. ഡോക്ടേഴ്സ് പോലും വീണ്ടും വീണ്ടും ഗർഭം അലസിപ്പോകുന്നത് കാരണം ഇനി ഗർഭധാരണം നടക്കുമോ എന്ന് അറിയില്ല എന്ന് പോലും പറഞ്ഞേക്കാം, സംശയമാണ് എന്നും പറഞ്ഞേക്കാം. എന്നാൽ കർത്താവ് ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്, കർത്താവ് എന്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നത് ഞാൻ പറയുകയാണ്, എനിക്ക് ചെയ്യാനാവാത്ത അസാധ്യമായ കാര്യം ഒന്നുമില്ല. നാം ആരാധിക്കുന്ന യഹോവ അത്ഭുതവാനാണ്, അത്ഭുതം ചെയ്യുന്നവനാണ്. നമ്മുടെ യേശുവിനെല്ലാം സാധ്യമാണ്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. ആ ദുഃഖങ്ങളെല്ലാം മറക്കുക. പ്രിയമുള്ളവരെ, ഹന്നയും അങ്ങനെയായിരുന്നു, വല്ലാതെ ദുഃഖിച്ചിരുന്നു എന്ന് നമുക്ക് ബൈബിളിൽ കാണാം. കർത്താവിന് മുൻപാകെ അവരുടെ ദുഃഖം എങ്ങനെയായി തീർന്നു എന്നറിയാമോ? കർത്താവിന് മുൻപാകെ കുറേ നേരം കാത്തിരുന്നു. അതുമാത്രമല്ല, തന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചു, എല്ലാ ഭാരവും ഇറക്കി വെച്ചു. ഇന്ന് എന്റെ ദുഃഖം ഗർഭം അലസിപ്പോയതിനാൽ എനിക്കുണ്ടായ ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണോ? കർത്താവിങ്കിലേക്ക് പോവുക. കർത്താവിനോട് പറയുക, കർത്താവെ, ഞാൻ അങ്ങയുടെ പൈതലാണ്, അങ്ങല്ലേ എന്റെ ഗർഭത്തെ അനുഗ്രഹിക്കുന്നത്. എന്റെ ഗർഭം അലസിപ്പോയി, ഈ ദുഃഖം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഈ നിന്ദ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, മനോദുഃഖം, എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഉറക്കമേ ഇല്ല, ആഹാരം ഇറങ്ങുന്നില്ല എന്നു പറയുന്ന സഹോദരിമാരുണ്ട്. ഇന്ന് നിങ്ങൾ ആ ഒരു സ്ഥിതിയിലായിരിക്കാം, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഉറക്കം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലായിരിക്കാം ഈ പരിപാടി കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരി, കർത്താവിൽ അഭയം പ്രാപിക്കുക. കർത്താവിനോട് പറയൂ, കർത്താവ്, എനിക്ക് ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എല്ലാ കാര്യങ്ങളും പറയുക. ഒരപ്പനോട് മനസ്സു തുറന്നു പറയുന്നത് പോലെ എല്ലാം പറയുക. നിങ്ങളുടെ ദുഃഖം കർത്താവ് മാറ്റിത്തരും. നിങ്ങൾ തന്നെ പറയും, എങ്ങനെ എന്റെ ദുഃഖം മാറി എന്നറിയില്ലെന്ന്, എന്റെ ദുഃഖം എങ്ങനെ പോയെന്നറിയില്ല എന്ന് നിങ്ങൾ തന്നെ അതിശയത്തോടെ പറയും. അതുമാത്രമല്ല, പ്രാർത്ഥനയ്ക്കുള്ള ഒരു ആത്മാവിനെ കർത്താവ് നിങ്ങൾക്ക് തരും. അതിനാൽ പ്രാർത്ഥിക്കാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ടും ഇങ്ങനെ നടന്നല്ലോ, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ദയവ് ചെയ്ത് പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും മുടക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ വിശ്വാസം. നിങ്ങളുടെ ഗർഭത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതാണ്. ആ വിശ്വാസം നിങ്ങൾക്ക് വേണം. ഗർഭം അലസിപ്പോയാലും ഞാൻ വീണ്ടും ഗർഭം ധരിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകും. ഞങ്ങൾ മക്കളോടൊപ്പം കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അതെന്റെ യേശുവിന് സാധ്യമാണെന്ന് വിശ്വസിക്കുക. ഇനി രണ്ടാമതായി, വിശ്വാസം ഏറ്റുപറയുക. മക്കൾ കർത്താവ് നൽകുന്ന അനുഗ്രഹമാണ്. കർത്താവെ, ഈ അനുഗ്രഹം അങ്ങാണ് നൽകാൻ പോകുന്നത്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് വേണ്ടത്
ഈ അനുഗ്രഹത്തിൽ ശത്രു കൈവയ്ക്കാത്ത വിധം ആ ശത്രുവിന്റെ പോരാട്ടത്തെ യേശുവിന്റെ നാമത്തിൽ വിജയിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരാത്മാവ് വേണം. യേശുവിന്റെ നാമം പറഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവ് നൽകിയ അനുഗ്രഹത്തിൽ ശത്രുവെ നിനക്ക് കൈവയ്ക്കാനുള്ള അധികാരമില്ല എന്ന് ശത്രുവിനെ നിങ്ങൾ ശാസിക്കണം. യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവനെ നിങ്ങൾ തോൽപ്പിക്കണം. 3 കാര്യങ്ങൾ: തളർന്നു പോകരുത്, വിശ്വാസം വർദ്ധിപ്പിക്കുക, കർത്താവിന് അനുഗ്രഹം നൽകാൻ കഴിയുമെന്നുള്ള വിശ്വാസം വേണം. 2ാമതായി വിശ്വാസത്തെ ഏറ്റുപറയുക, മക്കൾ കർത്താവ് നൽകുന്ന അനുഗ്രഹമാണെന്ന വിശ്വാസം ഏറ്റുപറയുക. 3ാമതായി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ആ ദുഷ്ടനായ പിശാചിന്റെ പ്രവൃത്തികളെല്ലാം നശിച്ചു പോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ തവണ ഗർഭം അലസിപ്പോയി. അതിനെക്കുറിച്ച് ആലോചിക്കരുത്. കർത്താവിനെ സ്മരിക്കുക. കർത്താവ് നിങ്ങൾക്ക് നല്ല ഗർഭഫലം നൽകി ഗർഭം ധരിക്കാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകും. വിശ്വാസത്തെ മുറുകെ പിടിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. അങ്ങനെയുള്ള വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന മാസം തന്നെ ഗർഭം ധരിക്കാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകും. കർത്താവിന് എല്ലാം സാധ്യമാണ്. ഇന്ന് ആ അനുഗ്രഹത്തിനായി നാം എല്ലാവരും പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം. ഹന്നയുടെ ദൈവം എന്നും ജീവനുള്ള ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് അതിശയങ്ങൾ ചെയ്യുന്നതിനായി നന്ദി. എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല കർത്താവെ. ഇപ്പോൾ അങ്ങയുടെ ശക്തമായ നാമത്തിനാൽ കർത്താവെ, ഗർഭം അലസിപ്പോയി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരിയെയും അങ്ങയുടെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഗർഭഫലം കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യമാണ് എന്നുള്ളതുപോലെ അങ്ങയ്ക്ക് മാത്രമേ അനുഗ്രഹിക്കാൻ കഴിയൂ കർത്താവെ. അങ്ങയ്ക്ക് മാത്രമേ ഗർഭത്തെ അനുഗ്രഹിക്കാൻ കഴിയൂ. ഇന്ന് തന്നെ കർത്താവിന്റെ അനുഗ്രഹിക്കുന്ന കരങ്ങൾ ഓരോരുത്തരുടെ ഗർഭപാത്രത്തെയും തൊടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, ഗർഭം അലസിപ്പോയതിനാൽ മനോവേദനയോടെ ദുഃഖത്തോടുകൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ ദുഃഖവും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഭയമെല്ലാം മാറട്ടെ. കർത്താവെ, കുഴപ്പങ്ങളെല്ലാം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അവിശ്വാസവും സംശയവും എല്ലാം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്നേ ദിവസം തന്നെ കർത്താവിന്റെ കരം തൊടുന്നതിനായി നന്ദി. അങ്ങ് അനുഗ്രഹം നൽകുന്നതിനായി നന്ദി. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണേ നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു. മുടങ്ങാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് വീണ്ടും നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിലുള്ള വിശ്വാസത്തെ ഏറ്റുപറയുക. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. കർത്താവിന്റെ നാമം എന്നും മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.